നമസ്കാരം. ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. മഹാദേവീ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം ദ്വിതീയോധ്യായഃ. രണ്ടാം അധ്യായം. സൂതൻ പിന്നെയും മഹർഷിമാരോട് തൻ്റെ ഭാഗവത പുരാണ സിദ്ധിയെപ്പറ്റി പറയുകയാണ്. സൂതൻ മഹർഷിമാരോട്, നിങ്ങൾ എന്നോടിങ്ങനെ ഭാഗവതം പറയുവാൻ ആവശ്യപ്പെട്ടല്ലോ, ഞാൻ വളരെ ധന്യനായി. ഞാൻ എന്നെ ലാവും വിധം നിങ്ങളെയൊക്കെ പറഞ്ഞു കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് ഋഷിമാരെ സമാധാനിപ്പിക്കുകയാണ്. അഥ ദ്വിതീയോധ്യായഃ. ഗ്രന്ഥസംഖ്യാനിരൂപണം. സൂത ഉവാച. ശ്ലോകം 1. ധന്യോഹമതിമാന്യോഹം പാവിത്രോഹം മഹാത്മഭിഃ യത് പൃഷ്ടം സുമഹത് പുണ്യം പുരാണം വേദവിശ്രുതം. ഞാൻ ധന്യനായി അത്യന്തം മാനിതനുമായി. മഹാത്മാക്കളായ ഭവാന്മാരാൽ ഞാൻ പരിശുദ്ധനുമാക്കപ്പെട്ടു. എന്തെന്നാൽ പുണ്യപ്രദവും അതിമഹത്തമവും വേദത്തെ പോലെ വിസ്തൃതവുമായ പുരാണകഥ പറയാൻ ഭവാന്മാർ എന്നോട് ആവശ്യപ്പെട്ടുവല്ലോ. ശ്ലോകം 2. തദഹം സംപ്രവക്ഷ്യാമി സർവശ്രുത്യർത്ഥസമ്മതം രഹസ്യം സർവശാസ്ത്രാണാം ആഗമാനാമനോത്തമം. സർവവേദാർത്ഥങ്ങൾക്കും തുല്യമായ ആ പുരാണത്തെക്കുറിച്ച് ഞാൻ ഭവാന്മാരോട് പറയാം. രഹസ്യവും സർവശാസ്ത്രങ്ങളിലും ആഗമങ്ങളിലും വെച്ച് അത്യുത്തമവുമാണ് അത്. ശ്ലോകം 3. നത്വാ തത്പദപങ്കജം സുലളിതം മുക്തിപ്രദം യോഗിനാം ബ്രഹ്മാദ്യൈരഭിസേവിതം സ്തുതിപരൈർധ്യേയം മുനീന്ദ്രൈः സദാ. വക്ഷ്യാമദ്യ സവിസ്തരം ബഹുരസം ശ്രീമത്പുരാണോത്തമം ഭക്ത്യാ സർവരസാലയം ഭഗവതി നാമ്നാ പ്രസിദ്ധം ദ്വിജാഃ. അത്യന്തം ലളിതവും യോഗികൾക്ക് മുക്തിയെ നൽകുന്നതും ബ്രഹ്മാദി ദേവന്മാരാൽ പോലും സേവിക്കപ്പെടുന്നതും സ്തുതിക്കുന്ന മുനിശ്രേഷ്ഠന്മാർക്ക് സദാ ധ്യാനയോഗ്യവുമായ പാദപങ്കജത്തെ നമസ്കരിച്ചുകൊണ്ട് പുരാണങ്ങളിൽ വെച്ച് ഉത്തമവും വിവിധ രസങ്ങൾ നിറഞ്ഞതും എല്ലാ രസങ്ങൾക്കും ഇരിപ്പിടവും ഭഗവതി നാമത്താൽ പ്രസിദ്ധവുമായ പുരാണത്തെപ്പറ്റി അല്ലയോ മഹർഷിമാരെ, ഭക്തിയോടെ വിസ്തരിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ശ്ലോകം 4. യാ വിദ്യേത്യഭിധീയതേ ശ്രുതിപഥേ ശക്തേ സദാദ്യാപരാ സർവജ്ഞാ ഭവബന്ധഛിത്തിനിപുണാ സർവാശയേ സംസ്ഥിതാ ദുർജേയ സദുരാത്മഭിച്ഛ മുനിഭിർധ്യാനാസ്പദം പ്രാപിത പ്രത്യക്ഷം ഭവതീഹ സാ ഭഗവതി സിദ്ധിപ്രദാ സ്യാത് സദാ. ആരെയാണോ വേദങ്ങളിൽ വിദ്യാസ്വരൂപിണിയായി കൽപ്പിച്ചിരിക്കുന്നത്, ആരാണോ സദാ ആദിപരാശക്തിയായി വിളങ്ങുന്നത്, ആർക്കാണോ സർവജ്ഞത്വവും സംസാര ദുഃഖത്തെ നശിപ്പിക്കാൻ സാമർഥ്യമുള്ളത്, ആരാണോ സർവഭൂതങ്ങളിലും അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്നത്, ആരെയാണോ ദുരാത്മാക്കൾക്ക് അറിയാൻ കഴിയാത്തത്, ആരാണോ ധ്യാനിക്കുന്ന മുനിമാർക്ക് വേഗം പ്രത്യക്ഷീഭവിക്കുന്നത്, ആ ഭഗവതി സദാ സിദ്ധിപ്രദയായി തീരട്ടെ. ശ്ലോകം 5.
സൃഷ്ടാഖിലം ജഗതിദം ച സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈക താം സർവവിശ്വജനനിം മനസാ സ്മരാമി. സദാത്മകമായ ഈ ജഗത്ത് മുഴുവൻ സൃഷ്ടിച്ച് ത്രിഗുണാത്മകമായ തൻ്റെ ശക്തി കൊണ്ട് ഈ വിശ്വത്തെ പരിപാലിക്കുകയും കൽപ്പകാലത്തിൽ ഇതെല്ലാം തന്നിലടക്കി രമിക്കുകയും ചെയ്യുന്ന ഏകയായ ആ വിശ്വജനനിയെ ഞാൻ മനസാ സ്മരിക്കുന്നു. ശ്ലോകം 6. ബ്രഹ്മാ സൃജിത്യഖിലമേതദിതി പ്രസിദ്ധം പൗരാണികൈച്ഛ കഥിതം ഖലു വേദവിദ്ഭിഃ വിഷ്ണോസ്തു നാഭികമലേ കില തസ്യ ജന്മ തൈരുക്തമേവ സൃജതേന കിന സ്വതന്ത്രഃ. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണെന്ന് പ്രസിദ്ധമാണ്. വേദജ്ഞരായ പൗരാണികന്മാർ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. വിഷ്ണുവിൻ്റെ നാഭികമലത്തിലാണല്ലോ ബ്രഹ്മാവിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നത്. അക്കാര്യത്തിൽ അദ്ദേഹം സ്വതന്ത്രൻ അല്ല തന്നെ. ശ്ലോകം 7. വിഷ്ണുസ്തു ശേഷശയനേ സപിതീതി കാലേ തന്നാഭിപത്മമുകുളേ ഖലു തസ്യ ജന്മ ആധാരതാം കില ഗതോത്ര സഹസ്രമൗലിഃ സമ്പൂധ്യതാം സ ഭഗവാൻ ഹി കഥം മുരാരിഃ. വിഷ്ണു ആകട്ടെ ആദിശേഷനാകുന്ന ശയ്യയിൽ കിടന്നുറങ്ങുകയാണ്. ആ സമയത്താണല്ലോ അദ്ദേഹത്തിൻ്റെ നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ജനനം. അദ്ദേഹത്തിന് ആശ്രയം ഇവിടെ ആ സഹസ്രമൗലിയായ വിഷ്ണുവാണ്. അപ്പോൾ മുരാരിയായ ആ ഭഗവാൻ എങ്ങനെ സൃഷ്ടി നടത്താൻ കഴിയുമെന്ന് പറയൂ. 7 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.